ഒരൊറ്റ കാര്യത്തിൽ ഇത്രയധികം കുട്ടികളുടെ ജീവൻ വെച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് അവൻ വാട്സാപ്പിൽ കളിച്ചിട്ടുള്ളത്? പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അതായത് ഈ പുതുവത്സരത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുത്തെ സ്കൂൾസൊക്കെ ഓപ്പണാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്താ അറിയോ? തലേ ദിവസം വെള്ളമടിച്ച് മലക്കം മറിഞ്ഞതിൻ്റെ കെട്ടുവിട്ടുണ്ടാവില്ല ഇവർക്ക്, ഈ ഡ്രൈവർമാർക്കും ഈ നാട്ടുകാർക്കും. 100 കോടിയോ, ഫിഗർ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എവിടെ കടയത്, 100 കോടിയുടെ മദ്യമാണ് കേരളം കുടിച്ചു തീർത്തായിരുന്നു. ഈ കോടിയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എത്രയായാലും അത്രയും കോടിയുടെ മദ്യമാണ് ബീവറേജസിന്റെ ഔട്ട്ലെറ്റിലൂടെ വിറ്റഴിച്ചത്. ഇത് കംപ്ലീറ്റ് കേരളത്തിലുള്ള ആൾക്കാർ കുടിച്ചു തീർത്താണ് മദ്യം. സ്കൂൾ ബസ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ ഗുരുതര വീഴ്ചയെന്ന് സൂചന. അപകടം നടന്ന സമയത്ത് ഡ്രൈവർ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അപകടം നടന്നുവെന്ന് CCTV-യിൽ കാണുന്ന 4:03 ഡ്രൈവർ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടതായി തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. വളരെ സന്തോഷമായിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ഇടണം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. എല്ലാവർക്കും, ഏതൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു വർഷത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നതും നമ്മൾ എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോ വർഷവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഈ വർഷം നമ്മൾ നല്ലതാവണേ എന്നുള്ളത് നമ്മൾ അത്രയും സർവേശ്വരനോട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷെ പറയാതിരിക്കാനോ വീഡിയോ ചെയ്യാതിരിക്കാനോ കഴിയും. ഞാൻ ഒരുപാട് വിചാരിച്ചു ഈ വീഡിയോ ചെയ്യണോ, ഈ ടോപ്പിക്കിൽ ചെയ്യണോ എന്നുള്ളത്. തമ്മിലിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, കണ്ണൂർ നടന്നിട്ടുള്ള ഒരു അപകടം, സ്കൂൾ ബസ് അപകടത്തിനെ കുറിച്ച് എല്ലാവരും ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രകാരം പറയുമ്പോൾ തന്നെ വിഷമത്തിനേക്കാളും ദേഷ്യമാണോ എന്താണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ 2 കുട്ടികൾ എനിക്കുണ്ട്, നമുക്കൊക്കെ കുഞ്ഞുമക്കളുണ്ട്. ഇവരൊക്കെ സ്കൂൾ ബസ്സിൽ പോകുന്നവരാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി അച്ഛനമ്മമാർ വളർത്തുന്നതാണ് എല്ലാ മക്കളില്ലേ. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് പ്രകാരം അപകടം നടന്നിട്ടുള്ള ആ ഒരു സമയത്ത്, ഒരു 4:03 ആ സമയത്ത്, അതിന് ജസ്റ്റ് ഒരു മിനിറ്റ് മുന്നേറ്റെ ഈ ഡ്രൈവർ വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് കണ്ടു. ആ ന്യൂസ് കണ്ട സമയത്താണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ വിചാരിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇതിലെ സ്കൂൾ ബസ്സിൽ നാട്ടിൽ പോകുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ മൂത്ത മോൻ അറിയാം, മോൻ കുട്ടപ്പൻ പഠിച്ചത്, അവൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ദുബായിലാണ്. അവിടെ എത്രത്തോളം സേഫായിട്ടാണ് സ്കൂൾ ബസ്സസ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 സംഗതികളും കണക്ട് ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യം നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയൊരു പോർഷൻ. അപകടം നടന്ന സമയം, അതായത് 4:03 അപകടം നടന്നത്. ആ CCTV ദൃശ്യങ്ങളുടെ സമയം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും. 4:03 അപകടം നടന്നു. ആ 4:03 തന്നെ ഇനിസാമിൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസും വന്നിട്ടുണ്ട്. അത് ആ സ്കൂളിൽ കുട്ടികൾ ഇരിക്കുന്ന ദൃശ്യമാണ് ആ സ്റ്റാറ്റസായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം ഇയാൾ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അപകടം നടന്ന സമയത്ത് ഇയാൾ മൊബൈലിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടണമെങ്കിൽ ആ സമയത്ത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകാം. നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഇത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും സംഭവിച്ച വീഴ്ചയാണ് എന്നത്. അത് മോട്ടോർ വാഹന വകുപ്പ് അങ്ങനെ പറയാൻ കാരണം ബ്രേക്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ പാടുകൾ റോഡിലുണ്ട്. അപ്പോൾ ഇത് ബ്രേക്കിന് തകരാറില്ല, ഡ്രൈവറുടെ വീഴ്ചയാണ്. ഡ്രൈവർ പരിചയസമ്പത്തില്ലാത്തതാകാം, മുൻപരിചയമില്ലാത്തതാകാം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് അപകട സമയത്ത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കാൻ കാരണം ആ സമയത്താണ് വാട്സപ്പിൽ ഇയാൾ സ്റ്റാറ്റസ് ഇടുന്നത്. ആ സ്റ്റാറ്റസ് 4:03 വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുന്നു. അതേ 4:03 ഈ ബസ്സും. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളെ മക്കളെ വളർത്തുന്നതും. ഓരോ ദിവസവും രാവിലെ യൂണിഫോം ഇടിച്ചിട്ട് ആ കുഞ്ഞുടുപ്പൊക്കെ ഇടിച്ചിട്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അല്ലെ. അങ്ങനെയാണല്ലോ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലുള്ള അശ്രദ്ധ എന്നല്ല പറയുക, ഇതുപോലുള്ള മനഃപൂർവ്വമായിട്ട് എന്താ പറയുക, ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നു തന്നെ പറയാം. അതിന് മുന്നേ ഫസ്റ്റ് നോക്കിയ സമയത്ത് ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്തിയപ്പോൾ ബസ് നോർമൽ സ്പീഡിലാണ്. ഒരു ബസ്സിലൊരു കിളിയോ ആ ഒരു സ്ത്രീ ഉണ്ട്, ആയയുടെ ഒരു വോയിസ്, അവരുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടു, ഒരു ചെറിയൊരു ബൈറ്റ് കേട്ടു. അതിലവർ പറയുന്നുണ്ട് അമിത വേഗത്തിലല്ല ബസ് ഓടിക്കാറെന്നുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ക്ലിപ്പും കണ്ടു, അങ്കിള് അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കാറ് എന്നുള്ള ഒരു കുട്ടിയുടെ മൊഴിയും കൂടി ഉണ്ട്.
ഞാൻ പറയുമ്പോൾ കുട്ടികൾ പറയുന്ന കാര്യമായിരിക്കും ഡെഫിനറ്റ്ലി. കാരണം ചെറിയ കുട്ടികളെ മനസ്സിൽ കള്ളല്ല, അവർ വെറുതെ പറയില്ല. പിന്നെ ചില ആൾക്കാർ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, ഇറക്കത്തിലല്ലേ ബ്രേക്ക് പോയതല്ലേ, ബ്രേക്ക് പോയ സമയത്ത് സ്വാഭാവികമായിട്ട് സ്പീഡ് ഉണ്ടാവും, അങ്ങനെ അമിതവേഗമായിട്ട് കുട്ടികൾക്ക് തോന്നിയതാവും എന്നൊക്കെ. എങ്ങനെ തോന്നുന്നതാണ് നിനക്കൊക്കെ അങ്ങനത്തെ കമൻ്റ് ഇടാൻ? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂസിൽ ക്ലിപ്പിൽ പറയുന്നത് വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടുവന്നു. ഇപ്പം ഈ മറ്റുള്ള കുട്ടികളെ പരിക്ക് നോക്കുമ്പോൾ അധികം സാരമായിട്ടുള്ള പരിക്കുകൾ വേറെ കുട്ടികൾക്ക് ഇല്ല. ഈ ഒരു കുട്ടി മാത്രം അതിൻ്റെ സമയം എന്നല്ല എന്താ പറയല്ലേ, ആ കുട്ടിയുടെ യോഗം എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല കേട്ടോ, അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് ആ കുട്ടിയുടെ പാരൻസിൻ്റെ ഒക്കെ എന്താ പറയുക അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് എനിക്ക് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഇതാവുക പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടം തോന്നിപ്പോകും. ഒന്നാമത് നമുക്കെന്താ വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ അച്ഛനമ്മമാർ ഏതിനാണ് നമ്മൾ സ്വയം നമ്മളെ മക്കളെ കുറിച്ചും ആലോചിച്ചു പോകും അല്ലേ. അപ്പം ഈ ഒരു അവസ്ഥയിൽ ആ കുട്ടി തെറിച്ചു പോയി അതിൻ്റെ മുകളിൽ കൂടി ആ ബസ് വീണു എന്ന് പറയുന്ന സമയത്ത് ആരോടെ പറയാൻ, ആര് കേൾക്കാൻ? കുറച്ച് ദിവസം മുന്നേ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ഒരു പോസ്റ്റ്, ഒരു വീഡിയോ കണ്ടു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നിങ്ങളോടൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ സംഭവം, എന്താ നിങ്ങൾ ഇതുപോലെ വരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. പക്ഷെ അതല്ല, നിങ്ങൾ നിങ്ങളതായ വോയിസിൽ സന്ദേശത്തിൽ നിങ്ങൾ ട്രാഫിക് അവയർനെസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്കത് പറയാണ്ടായിരുന്ന കാര്യം വെച്ചാൽ ബസ്സുകാരുടെ കാര്യമാണ് കേട്ടോ, ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഓട്ടപ്പാച്ചിലും. അതിൽ ഞാൻ പറയണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്കൂൾ ബസ്സിൻ്റെ കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസും ഞാൻ കണ്ടു. ഈ ബസ്സിന് മര്യാദയ്ക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പേരും കാര്യങ്ങളൊന്നും പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്, പേരുകളൊന്നും പറയുന്നില്ല. ചില ബസ്സുകളുടെ കണ്ടീഷൻ, ഇത് കൂടി ഓടുന്ന ബസ്സുകളുടെ കണ്ടീഷൻ, അത് പോകുന്ന രീതികളൊക്കെ കണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എൻ്റെ മക്കളെ കൊണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ മഞ്ചേരിയുള്ള പല സ്കൂൾ ബസ്സുകളുടെയും യാത്രകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് പിന്നെ കാറിൽ ഡാഷ് ക്യാം ഉണ്ട്. പിന്നെ ഞാൻ മിക്ക സമയത്തും മോൻ ആരെയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനോട് പറയുന്നതാ വീഡിയോ എടുക്കണം, അതിൻ്റെ പോക്ക് അത്ര ശരിയില്ലടാന്ന് പറയും. കാരണം എനിക്കെന്തോ മനസ്സിലിത് തോന്നിപ്പോവും. അപ്പം ഞാൻ അങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ ഒരു വീഡിയോ എടുത്തൊരു കേസും എൻ്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ സ്കൂൾ ബസ് പോകുന്ന പോക്ക് കണ്ടിട്ട് പേടിയായി പോവുക. കാരണം കുട്ടികൾ ഇങ്ങനെ കിടന്ന് ആടി കളിക്കുന്നുണ്ട്. ഈ ഗൾഫിലൊക്കെ ഓരോ കുട്ടിക്കും സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഓരോ കുട്ടിയും ഇറങ്ങി കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇട്ട് ആ ഒരു കണ്ടീഷനിൽ മാത്രമേ സ്കൂൾ ബസ് എടുക്കുന്നുള്ളൂ. അവിടെ ആകെ ഗൾഫിൽ ഇതുപോലത്തെ അപകടങ്ങൾ സ്കൂൾ ബസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ഈ വല്ലപ്പോഴും വരുന്നൊരു കാര്യം, കുട്ടികളെ ഉള്ളിൽ ഉറങ്ങി പോകുന്ന കാര്യം. അത് ഭയങ്കര കഷ്ടമാണ്. കാരണം ചൂടത്ത് കുട്ടികൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അല്ലാതെ ഇതുപോലത്തെ ഒരു ആക്സിഡൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത്രയും അശ്രദ്ധ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, മിക്ക ആൾക്കാരും ഡ്രൈവേഴ്സിന് ഫോൺ ചെയ്യും അല്ലേ. ഡ്രൈവേഴ്സിന് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇവരുടെ സ്കൂളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രൈവർക്ക് ചെയ്യുന്ന കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്ന ഡ്രൈവർ ആയിരിക്കില്ല, അതിൻ്റെ കൂടെ വരുന്ന ക്ലീനർ ആയിരിക്കും, ആ കൂടെ ഉള്ളൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യുക. പക്ഷെ ചില ബസ്സുകളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ കോൾ ചെയ്യുന്ന ഇവർ വണ്ടി ഓടിച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്നത്. എൻ്റെ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു പണ്ട്, അറിയില്ല ഡിലീറ്റ് ചെയ്ത് പോയി എന്നുള്ളത്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാട്ടോ, ഞാൻ ആളുടെ ഫേസൊക്കെ ബ്ലർ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇവർ ടെലിഫോൺ ചെയ്യുക, ഇത് പാരൻസ് വിളിച്ചു ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ സംഭവമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് അതിലേറെ വലിയ ഗുരുതരമായ സംഭവം എന്താ വെച്ചാൽ ഇവൻ ഒരു വാട്സാപ്പിലായിരുന്നു ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് ഇവൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ, അല്ലെങ്കിൽ എത്രത്തോളം ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് ഇവനുള്ളത്. കാരണം ഇത്രയധികം കുഞ്ഞുങ്ങളെ ജീവൻ വെച്ചിട്ട് കളിക്കുന്ന ഒരുത്തെന്ന് പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ പോലും ഉണ്ടാവാൻ പാടില്ലാത്തവനാണ്. ഇനി ഇങ്ങനെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ കംപ്ലീറ്റ് പുറത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അവൻ വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടു എന്ന് ഉള്ളൊരൊറ്റ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും. ആ ഒരൊറ്റ കാര്യത്തിൽ ഇത്രയധികം കുട്ടികളുടെ ജീവൻ വെച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് അവൻ വാട്സാപ്പിൽ കളിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അതായത് ഈ പുതുവത്സരത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുത്തെ സ്കൂൾസൊക്കെ ഓപ്പണാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്താ അറിയോ, തലേ ദിവസം വെള്ളമടിച്ച് മലക്കം പറഞ്ഞതിൻ്റെ കെട്ടുവിട്ടിട്ടുണ്ടാവില്ല ഇവർക്ക്, ഈ ഡ്രൈവർമാർക്കും ഈ നാട്ടുകാർക്കും. 100 കോടിയോ, എനിക്ക് ഫിഗർ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എവിടെ കടയത്, 100 കോടിയുടെ മദ്യമാണ് കേരളം കുടിച്ചു തീർത്തത്. ഈ കോടിയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എത്രയായാലും അത്രയും കോടിയുടെ മദ്യമാണ് ബീവറേജസിന്റെ ഔട്ട്ലെറ്റിലൂടെ വിറ്റഴിച്ചത്. ഇത് കംപ്ലീറ്റ് കേരളത്തിലുള്ള ആൾക്കാർ കുടിച്ചു തീർത്താണ് മദ്യം. ഒരു ന്യൂസ് കണ്ടില്ലേ, കുത്തി മറ്റേ 14 വയസ്സുള്ള എൻ്റെ മോൻ്റെ പ്രായ 14 വയസ്സുള്ള 2 ചെക്കന്മാരെ ചോദ്യം ചെയ്തതിന് തൃശ്ശൂർ ഒരുത്തിനെ കുത്തിന്ന്. ലഹരി, മദ്യം നല്ല കൊടുക്കട്ടെ സർക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷെ ജീവൻ നഷ്ടപ്പെടുന്ന ആർക്കറിയോ,
പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയാതെ ഒരു വർഷത്തിന് സ്വപ്നം കണ്ടിട്ട് നമ്മളൊക്കെ വെറുതെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ഇറങ്ങല്ല. ഓരോ കുട്ടികളും രാവിലെ സ്കൂളിൽ പോകുന്നത് ഇതുപോലെ ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നത്, ആ കുഞ്ഞുടുപ്പിട്ട് പുത്തനുടുപ്പിട്ട് അവർ പോകുന്നത് അവർക്ക് പ്രതീക്ഷയാണ്. ആ പോകുന്ന കുട്ടികളുടെ ജീവിതം ഇട്ട്, ആ ജീവനിട്ട് കളിക്കാൻ ഇതുപോലുള്ള മക്കൾക്ക് ഇട്ട് കൊടുക്കണം, ഡാഷ് മക്കൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് സർക്കാരിന് വലിയൊരു പങ്കുണ്ട്, സ്കൂൾ അധികാരികൾക്കും എല്ലാവർക്കും പങ്കുണ്ട്. പറയാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോവാം. പക്ഷെ നമ്മളെന്താ അറിയോ, ഒന്നാമത് പറഞ്ഞിട്ട് കാര്യമില്ല, കെട്ടുവിട്ടിട്ടുണ്ടാവില്ല ഇവർക്കൊന്നും. ഞാൻ 100% എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരുണ്ട്. ഒരു സ്കൂൾ ബസ്സല്ല, പക്ഷെ അവർ മറ്റുള്ള ബസ് ഡ്രൈവേഴ്സാണ്. തലേ ദിവസം അടിച്ച് പൂക്കുറ്റിയായി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ബസ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ആരോടതൊക്കെ പറയുന്നില്ലേ? നമ്മളിങ്ങനെ പറയും, നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, കോണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയാന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്ന വീഡിയോ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കേസിലൊന്നും വീഡിയോസ് സാധാരണ ചെയ്യാറില്ല. കാരണം നമ്മൾ ഈ കുട്ടികളുടെ കേസും ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വേർപാടുകളും കാര്യങ്ങളൊന്നും വയ്യ. ആ മോള് മാത്രം ഭഗവാനെ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി തെറിച്ച് വീഴില്ലായിരുന്നു തോന്നുക. ആരോടാ ഇതൊക്കെ പറയും? ആരിത് കേൾക്കാൻ? സത്യമാണ്. ദയവ് ചെയ്ത് ഞാൻ ഒരു റിക്വസ്റ്റാണ് നിങ്ങളോട്, എൻ്റെ വീഡിയോ സ്കൂൾ സംബന്ധമായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഇടപഴകുന്ന രീതിയിലുള്ള സംഗതികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുള്ള കണ്ടീഷനിൽ നിങ്ങളെങ്കിലും ദയവ് ചെയ്ത് കൺമുന്നിൽ കണ്ടാൽ പറയുക. ഞാൻ പണ്ട് സ്കൂൾ ബസ്സിൻ്റെ ഒരു കേസിൽ ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ നിർത്തി പറയാൻ പറ്റിയില്ല. ദയവ് ചെയ്ത് സ്കൂൾ ബസ്സിന്റെ കേസിൽ പറയുക. കുട്ടികളായിട്ട് വരുന്ന എന്ത് കാര്യത്തിന്റെ കേസാണെങ്കിലും. അതുപോലെ ഓട്ടോറിക്ഷകൾ കാണുന്നുണ്ട്, കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ. ഞാൻ കുറച്ച് ദിവസം മുന്നേ അതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ അങ്ങനത്തെ ഒരു കിറുക്കുള്ള ആളാണ്. ചില ആൾക്കാർ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന കിറുക്കുള്ള ആളാണ്. ഞാൻ കണ്ടതാണ്. ആപ്പേ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ബാക്ക് തുറന്നിട്ടുള്ള ഗുഡ്സ് ഡീസൽ ഓട്ടോ. ഈ ഡീസൽ ഓട്ടോന്റെ ബാക്കിൽ ഡ്രൈവർ പറപ്പിച്ച് വിടുന്ന സമയത്ത് രണ്ട് സൈഡിലും കുട്ടികളിരിക്കുക. ഒരു തടിച്ചിട്ടൊരു കുട്ടീൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുടെ ഇതുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വണ്ടിയിൽ പോകുമ്പോൾ ആ കുട്ടി അവിടെ ഇരുന്നിട്ട് കളിക്കുക. ഈ കുട്ടിക്ക് ഈ 5, 6, 7 വയസ്സ്, ഒരു 6 വയസ്സുണ്ടാവും ആ കുട്ടി. 5, 6 വയസ്സുണ്ടാവും. 5, 6 വയസ്സുള്ള ഈ കുട്ടിക്ക് എന്തറിയും ആ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഇരുന്നിട്ട് ചെയ്യുന്നത്? ആ കുട്ടിയെ പിടിവിട്ട് എണീറ്റ് നിന്ന് ആ സമയത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ വലിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഇപ്പം ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇതൊക്കെ പറയണമെന്നുള്ളത്. ആ ക്ലിപ്പൊന്നും എൻ്റെ ഇപ്പം ഇല്ല കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ പല ആൾക്കാരും, നിങ്ങൾ സ്കൂൾ ബസ്സുകൾ മാത്രമല്ല, അതേപോലെ പേടിയുള്ള സംഗതിയാണ് ഇപ്പം ഞാനീ പറഞ്ഞിട്ടുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ, പാരലൽ സർവീസ് നടക്കുന്ന ബൈക്ക് വിറ്റമ്മകളൊക്കെ എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? തലേ ദിവസം കള്ളുടിച്ചിട്ടാണോ? മാനസിക സമ്മർദ്ദങ്ങളുണ്ടോ ഇവർക്കൊക്കെ? ഇവരുടെയൊക്കെ മനസ്സ് മര്യാദ ക്ലിയർ ആണോ? ആരെയുടെയെങ്കിലും ഫ്രസ്ട്രേഷൻസ് തീർത്തിട്ടാണോ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരാൾക്കും അറിയില്ല, ആർക്കൊന്നും അന്വേഷിക്കും വേണ്ട. സ്കൂളുകൾ കംപ്ലീറ്റ് ഇതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോലെ തന്നെ രീതിയിൽ തോന്നിയ മാതിരി നടക്കുക. ഒരാളും നോക്കണ്ട. പറയുന്ന സമയത്ത് ഇങ്ങനെ വലിയ വാചകവും പരിപാടിയും കാര്യങ്ങളായിട്ട് വലിയ കെട്ടിടവും സംഗതികളായിട്ട് സ്കൂളുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് കണ്ണൂരത്തെ കേസ്, സ്കൂൾ എന്താ സ്ഥിതി എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞ് വന്ന സമയത്ത് മക്കളുണ്ടല്ലോ, മക്കളെ കേസ് വരുന്ന സമയത്ത് എനിക്ക് ഈ കുട്ടികളുടെ കേസ് വരിക കാരണം എന്താ പറയുക, ഈ വിഷമാണോ ദേഷ്യമാണോ അത്ര വരിക അറിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ അച്ഛനും അമ്മയ്ക്കും സത്യം പറയാം, അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയില്ല, അവർക്ക് അതിനുള്ള ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. എനിക്കത് അതുപോലും പറയാൻ തോന്നാത്തൊരു സിറ്റുവേഷനാണ്. വെരി ബാഡ്, വെരി വേഴ്സ്റ്റ് സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ. ഗതാഗത മന്ത്രി ഇനി അവനെന്താ ഉണ്ടാവുക? അവനെ വെറുതെ വിടും അല്ലേ? അവനെന്താ ചെയ്യുക? അവൻ ജാമ്യത്തിൽ ഇറങ്ങും, നാളെ അവൻ വണ്ടി ഓടിക്കട്ടെ. ഇത് ഇപ്പോഴും ഞാൻ പറയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബ്രേക്ക് പോയതാന്ന് അവൻ പറഞ്ഞു. അവൻ കട്ടിൽ കിടന്ന് പറയുന്നുണ്ട് അവൻ ബ്രേക്ക് പോയതാന്നുള്ളത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഞാൻ പറയാനുള്ള റീസൺ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ ഞാൻ തിരിച്ചെടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ കണ്ടതാണ് വേറെ പല സ്കൂൾ ബസ്സസിൻ്റെ കഥ. ഓരോരുത്തർ എന്ത് പിണ്ണാക്ക് മനസ്സിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ വണ്ടി ഇങ്ങനെ ഈ രീതിയിൽ ഓടിക്കണം എന്നുള്ള അറിയില്ല. ബ്രേക്ക് ചെയ്തതിൻ്റെ സഡനായിട്ട് ബ്രേക്ക് ചെയ്തതിൻ്റെ ഒരു പാടുണ്ട്. അങ്ങനത്തെ ഒരു വളവാണ് റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം. അതങ്ങനത്തെ അടുത്ത കേസ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിലും എത്ര നേരം മുമ്പാരൊക്കെ വണ്ടി ഓടിക്കും? 1/4 മണിക്കൂർ, 1 മണിക്കൂർ കുട്ടികളെ വെച്ച് ജീവനം വെച്ച് വണ്ടി ഓടിക്കില്ലേ? ഒരു മണിക്കൂറിൽ ആ 1 മണിക്കൂർ ഇവന്മാർക്ക് ഈ കുട്ടികളും ഇത് മാത്രം അവനാൻ്റെ മകളും ഇതേമാതിരി മക്കളും ഇതേപോലെ മറ്റുള്ള വണ്ടികളിൽ പോകാൻ ചിന്തിച്ചിട്ട് ചെയ്തുകൂടെ? ആ 1 മണിക്കൂറെങ്കിലും ഫോണൊന്ന് മാറ്റി വയ്ക്കാനുള്ള മിനിമം, വളരെ ബെയർ മിനിമം മര്യാദ എന്നല്ല പറയാം. വളരെ മോശമാണ്. മദ്യത്തിൽ റെക്കോർഡിട്ട്, കുടിച്ച് റെക്കോർഡിട്ടെ, അടിച്ച് പൂക്കിറ്റോ, MDMA അടിക്കുക, സിഗരറ്റ്, കഞ്ചാവ് എല്ലാം വലിക്കുക, എന്നിട്ട് ഓടിക്കുക, കുട്ടികളെയും മക്കളെയും കൊണ്ടുപോയി കൊല്ലും. അറിയാതെ എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നിപ്പോയി എനിക്ക്. സത്യം പറയാം, 2025 ചെയ്യുന്ന വീഡിയോസിൽ ഇതുപോലെ സംസാരിക്കണം എന്ന് വിചാരിച്ച കേസേ അല്ല. എന്ന് വെച്ചാൽ കുട്ടികളെ കേസ് വരുമ്പോൾ നമുക്ക് വിഷമമാണ്.
അത് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഏതൊരു വ്യക്തിയാണ്, ഞാൻ എന്നല്ല, ഇത് കാണുന്ന പേരൻസിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നത് മനസ്സിലാക്കുക. നാളെ നിങ്ങൾക്കും കല്യാണം കഴിച്ച് കുട്ടികളാവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളെ മക്കൾക്കാണ്. ഒരു കാലിലൊരു മുള്ള് നമ്മുടെ മക്കളെ, കുഞ്ഞു മക്കളെ കാലൊരു മുള്ള് കൊണ്ടാൽ നമുക്ക് സഹിക്കില്ല. ആ സ്ഥാനത്ത് വെറുതെ വിടരുത്. ഇവനെന്നല്ല, ഇതുപോലെ നമ്മുടെ നാട്ടിലെന്താ കുറച്ച് ദിവസം കർശനമായിട്ടുള്ള വല്ല സംഗതികളും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുണ്ടാവും. ഇതന്നെ, വേറെ എന്താ ഉണ്ടാവുക? ഞാൻ വല്ല പാർട്ടീൻ്റെ വല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചിലാവുകയും ചെയ്യും. സീരിയസ്ലി മക്കളെ, വിഷമുണ്ട്. പുതുവത്സരം ആശംസിക്കാനുള്ളൊരു മൂഡിലേ ആയിട്ടില്ല. അങ്ങനെ കണ്ടടച്ച് കേട്ടൊരു, വിഷമിച്ച് കേട്ടൊരു, ആ കുട്ടികളെ കരച്ചിലൊന്നും, എന്താ വീഡിയോ കണ്ട സമയത്ത് ആ കുട്ടികളെ കരച്ചിലൊന്നും ഞാൻ മനസ്സൊന്നും പോകുന്നില്ല. അത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് എന്നും പറയുക. അല്ലാതെ എന്താ നമ്മൾ ചെയ്യല്ലേ, പ്രാർത്ഥിക്കല്ലാതെ.